ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഇന്ന് രാവിലെ US-ലേക്ക് ട്രാവൽ ചെയ്യുകയാണ്, ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രംപിന്റെ ഈ ഒരു ഇനോഗ്രേഷന് ശേഷം ആദ്യമായിട്ട് ഇനിയൊരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് നടത്തുന്ന ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ട്രംപ് നെതന്യാഹു മീറ്റിംഗ് ആണ് ഏറ്റവും ആദ്യമായിട്ട് നടക്കുന്നത്. ഇതിനകത്ത് 3 വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. 1 ഗാസ, 2 ഇറാൻ, 3 ബന്ദികൾ. ഈ വിഷയത്തിനെ കുറിച്ച് മാത്രമായിരിക്കും ചർച്ച. അപ്പൊ ഇതിൽ ഗാസയിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ഹമാസിനെ എങ്ങനെ ഡീൽ ചെയ്യുക, പിന്നെ ഗാസ റീബിൽഡ് ചെയ്യണോ വേണ്ടയോ, ഇതുമാതിരിപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഓൾറെഡി തന്നെ ഗാസ റീബിൽഡ് ചെയ്യേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നതാണ്. അതേ നിലപാടിൽ തന്നെയാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മീറ്റിംഗ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത് മറ്റൊരു കക്ഷിയാണ്, അത് ഇറാനാണ്. ഇറാൻ ഓൾറെഡി തന്നെ പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇസ്രായേൽ US ചേർന്നുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് വാറിന് ഇറാൻ തുടക്കമിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ ഈ നെതന്യാഹു ട്രംപ് മീറ്റിംഗ് ഇറാനെ അസ്വസ്ഥതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ ഇറാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഖത്താർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെപ്പോഴും ഒരു ചൈൽഡിഷ് പ്ലേ ആണ് നടത്തുന്നത് ഇറാൻ. അതായത് പകരത്തിന് പകരം എന്തെങ്കിലും ചെയ്യുക, പക്ഷെ അത് വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇപ്പൊ ട്രംപും നെതന്യാഹും US-ൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് ഇവിടെ ഖത്തറിൽ എത്തിയിരിക്കുകയാണ്. ഖത്തറിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. എന്തിനാണ് ഖത്തറിലെത്തിയത്? ഹമാസിന്റെ ലീഡേഴ്സിനെ കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാനും അവരുടെ ഒരു വിജയം, അതായത് ഈ ഒരു ഗാസ വാറ്, ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ 90% ബിൽഡിങ്ങുകളും ക്രാക്ക് ഡൗൺ ആയി കിടക്കുന്ന ആ ഒരു സ്ഥലം വിജയിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ കൂടി പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകളെ നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ പിന്നെ നോൺ സ്റ്റോപ്പ് വാർ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇത്തരം പേടിയുള്ള ആൾക്കാരാണ് ഈ ഒരു വിജയാഘോഷമൊക്കെ നടത്തുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു കോൺട്രാഡിക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സൈഡിൽ പേടിച്ച് കരയുക, മറ്റൊരു സൈഡിൽ ആ പേടി പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും പല വിജയാഘോഷങ്ങളും നടത്തുക എന്നുള്ളതാണ്. ഇതൊരു ഹോബിയായിട്ട് തന്നെ ഇറാൻ തുടരുകയാണ്. IDF-ന്റെ മിലിറ്ററി ബേസ് സിറിയയിലുണ്ട്. അതായത് സിറിയയിൽ ബഫർ സോണിന്റെ ഭാഗത്താണ് ഇത് ഉള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. ആ അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് സിറിയയിൽ ഇസ്രായേൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ത്രെട്ട് ഇസ്രായേൽ ആർമിക്ക് നേരിടേണ്ടി വരുന്നത്. അസാദിന്റെ അനുയായികളായിട്ടുള്ള ചില ആൾക്കാർ, ചില ചെറിയ ഗ്രൂപ്പുകൾ ഇപ്പോഴും അവിടെ ഉള്ളിലുണ്ട് എന്നാണ് ഇതിന്റെ ഒരു സൂചനയായിട്ട് കരുതപ്പെടുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറെ നാൾ കൊണ്ട് ഈ ഒരു HTS ഒരു വാണിംഗ് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബഫർ സോണിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം എന്ന് കുറെ നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ HTS അവരുടെ ഹിപ്പോക്രസി എല്ലാം കാണിച്ചതാണോ എന്ന് അറിയത്തില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഏത് രീതിയിലുള്ള അറ്റാക്കാണ് വന്നതെന്നുള്ളത്. പക്ഷെ ഇതൊരു കണക്കിന് നല്ലതാണ്. കാരണം ഇസ്രായേൽ തനിയെ ഗോലാൻ ഹൈറ്റ്സിൽ നിന്ന് ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ളതിനേക്കാളും കൃത്യമായിട്ടുള്ള എതിരാളികൾ ഉണ്ടെങ്കിൽ അവർ പുറത്തു വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ ഒരു മൊമെന്റിൽ തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ, അത് കുറച്ച് ഹെൽപ്ഫുൾ ആവും. ശരിക്കും പറഞ്ഞാൽ അവർ പുറത്തു വരുന്നത് തന്നെയാണ് നല്ലത്. സിറിയയിൽ ആ ഒരു ബഫർ സോണിൽ നിൽക്കുന്നതിനും ചില കാരണങ്ങളുണ്ടെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ പറയാം. അതിനകത്ത് ഒന്ന്, ഈ ഒരു ഗാദി മോസസ് എന്ന് പറഞ്ഞ ആ ഒരു 80 വയസ്സുകാരനെ റിലീസ് ചെയ്തല്ലോ 2 ദിവസത്തിന് മുമ്പ്. അപ്പൊ പുള്ളിയെ 7 കിലോമീറ്റർ നീളമുള്ള വളരെ ഇടുങ്ങിയ ടൈനി ലെവലുള്ള ഒരു തുരങ്കത്തിലാണ് പുള്ളിയെ പാർപ്പിച്ചിരുന്നത്. പിന്നെ പുള്ളിക്ക് കൊടുത്തിരുന്നത് റേഷൻ അളവ് വെച്ചുള്ള ഒരു വേണ്ടത്രയും ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. ഒരു 80 വയസ്സുകാരനെ പിടിച്ചുകൊണ്ടിട്ടിട്ട് റേഷൻ ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. അതും അയാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഉള്ള ക്വാണ്ടിറ്റിയും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർവേഷൻ, അതാണ് റിലീസായി വരുന്ന മിക്കവാറും ബന്ദികളൊക്കെ പറയുന്ന ഒരു പരാതി തന്നെയാണ് ഈ ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്, ഈ പട്ടിണിക്കിടുക എന്നുള്ളത്. ഈ UNRW എന്ന് പറഞ്ഞ ഈ ഒരു UNRWA എന്ന് പറഞ്ഞ ഒരു സംഘടന ശരിക്കും പറഞ്ഞാൽ ആഗോള ഹമാസ് സംഘടനയായിട്ട് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് മുൻപുള്ള ബാച്ചില് 4 ലേഡീസ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഒരു വ്യക്തി UK സ്വദേശിയാണ്. അപ്പൊ ആ ഒരു UK സ്വദേശിയായിട്ടുള്ള എമിലി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി പറഞ്ഞിരിക്കുന്നത്, അവരെ ആദ്യം പിടിച്ചുകൊണ്ട് പോയി സേഫ് കസ്റ്റഡിയിൽ വെച്ചിരുന്നത് UNRWA ഓഫീസിലാണെന്നാണ് പറയുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. UNRWA ഫെസിലിറ്റിയിലാണ് അവരെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഈ UNRWA ജോലി എന്താണ്? ഈ ബന്ദികളെ സുരക്ഷിതമായി നോക്കുക എന്നുള്ളതാണോ? എന്നിട്ടും അവർക്ക് ആ ഒരു UNRWA ആ ഒരു മെഡിക്കൽ വിങ്ങിൽ നിന്ന് പോലും അവർക്ക് ചികിത്സ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നാണ് അവര് പരാതി തന്നെയാണ്. ആ രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ UNRWA എത്ര തവണ കീറി മുറിച്ച് യുണൈറ്റഡ് നേഷൻസിൽ തുറന്നു കാട്ടിയിട്ടും ആ ഭാഗത്തുനിന്ന് ഒരു നടപടിക്രമങ്ങളും എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവര്
ഈ യുണൈറ്റഡ് നേഷൻസ് മൊത്തം ഈ ഹമാസിന്റെ തീവ്രവാദികളെ അനുകൂലിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഈ ഒരു കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അറബ് വംശജരെ ഇവർ ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇവർ ഇതിന്റെ ഉള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കടത്തിവിട്ടിരിക്കുകയാണ്. ഇതിന് പല രീതിയിലും പല മേഖലകളിലും ഈ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപിത താല്പര്യമുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് അരിച്ചു വിറക്കി ഇത് ഫിൽട്ടർ ചെയ്ത് കളയാണ്ട് യുണൈറ്റഡ് നേഷൻസിന് ഒരു വിമോചനം ഇല്ലാതാനും. യുണൈറ്റഡ് നേഷൻസ് അല്ല, അത് ആഗോള ഹമാസ് ഭീകര സംഘടനയാണ്. അത് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെ തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഡൊണാൾഡ് ട്രംപ് ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ UN-ലും ഈ ഒരു UNRWA എന്ന് പറഞ്ഞ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പലസ്തീൻ ഗാസ മേഖലയിലൊക്കെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി തന്നെ എഡ്യൂക്കേഷൻ വിങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ രൂപീകരിച്ച സംഘടനകളാണ്. ഈ സംഘടനകളിലൊക്കെ ഇവരുടെ കടന്നുകയറ്റം അതിരൂക്ഷമായ നിലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ യുണൈറ്റഡ് നേഷൻസിലുള്ള ഫണ്ട് ട്രംപ് നിർത്തിവെച്ചത്. കാരണം ഈ അമേരിക്കയിലുള്ള ഫണ്ട് കൊടുത്ത് ഇങ്ങനെ തീവ്രവാദികളെ വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് വളർത്താൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, ഖത്താർ പോലത്തെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അവർ വളർന്നോളും. അപ്പൊ അതുകൊണ്ട് ഈ തീവ്രവാദത്തിന് ഫണ്ട് നിർത്തിയതാണ് ഏറ്റവും നല്ലത്. യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കൻ, ഈ മെക്സിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ട്രംപ് വെറുതെ പറയുന്നതല്ല, പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. സ്റ്റുഡന്റുകളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ല രീതിയിലുള്ള സെർച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ 2 ബാച്ച് പ്രോ പാലസ്തീനിയൻ സ്റ്റുഡൻസിനെ 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പഠിക്കാൻ പോയിട്ട് അവിടെ പ്രോ പാലസ്തീനിയൻ റാലി നടത്തുന്ന ഈ സംഘടനകൾ രൂപീകരിച്ച് കോളേജുകളിൽ പഠിപ്പ് മുടക്കിക്കൊണ്ട് അവിടെ പോയിട്ട് ഈ ഒരു ഇന്തിഫാദയുടെ ടാഗ് ഒക്കെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഉദാഹരണമാണ്. അവരിത് കണ്ട് പഠിക്കാൻ പോയാൽ പഠിക്കുക, അല്ലാതെ അവിടെ പ്രോ പാലസ്തീനിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഇവിടെ ഇസ്രായേലും പാലസ്തീനും ഗാസയൊക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ഇന്നലെ ഹമാസ് നടത്തിയ ഒരു റിലീസ് ഉണ്ട്. അവിടുത്തെ ഒരു ഷോ കാണിച്ചുകൊണ്ട് ഗാസ ജനങ്ങളുടെ ആൾക്കൂട്ടത്തില് ഈ ബന്ധികളെ ഇറക്കി വിട്ടുകൊണ്ട് അവർ വന്ന് വളരെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാത്ത രീതിയിൽ അവരെ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇറക്കി വിട്ടുകൊണ്ട് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള രീതിയിൽ റെഡ് ക്രോസിന് കൈമാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് നെതന്യാഹു നല്ല രീതിയിലുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലത്തെ പ്രവൃത്തി കാണിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ അന്നത്തെ പാലസ്തീനി പ്രിസണേഴ്സിന്റെ റിലീസ് നെതന്യാഹു തടഞ്ഞു വെച്ചിരുന്നു ഇതിന്റെ ഒരു പേരിൽ. ഈ വാർണിംഗ് കൊടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, അതായത് നമ്മളുടെ ബന്ദികളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ ഓർത്തു വെച്ചോ, നിങ്ങളുടെ രക്തം നിങ്ങളുടെ കൈകളിൽ തന്നെ പുരളും എന്നുള്ള രീതിയിലുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഹമാസ് ഇന്നത്തെ റിലീസൊക്കെ വളരെ സുതാര്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തി കുറച്ച് ആളൊഴിഞ്ഞ മേഖലയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിലുള്ള വളരെ സ്മൂത്ത് ആയിരുന്നു. ഇന്ന് മെയിൽ ബന്ദികളെയാണ് റിലീസ് ചെയ്തത്. നെതന്യാഹു അതിനെ മോണിറ്റർ ചെയ്ത് അതിനെ വിലയിരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബന്ദികളുടെ റിലീസ് ഇതുപോലെ ആയിരിക്കണം ഇനി തുടർന്നുള്ള ആ ദിവസങ്ങളിൽ മൊത്തം, തുടർന്നുള്ള നാളുകളിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് താക്കീതായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറെ അറബ് കൺട്രീസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, പൊതുവിലെ ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്ഷ്യൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, റഫ ബോർഡറിൽ ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളത്, പ്രതിഷേധം. അപ്പൊ അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ ഇടയിൽ പല രീതിയിലുള്ള ഹോർഡിങ്സ് ഒക്കെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് അവിടെ പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഈ ഒരു കുത്തിയിരിപ്പ് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് നല്ല രീതിയിലുള്ള വാശിയും വൈരാഗ്യവും ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇവരുടെ കുത്തിയിരിപ്പ് കൊണ്ട് ഇതുവരെ സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴേ ഇവർക്ക് ഈ പ്രതിഷേധമാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ചെങ്കിലും നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇവരുടെ ഒരു പ്രതിഷേധം ട്രംപിനെ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രേരിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ കൂടുതൽ പ്രതിഷേധം അവിടെ നടത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ബന്ദികളെ വിട്ട് കിട്ടുന്നത് വരെ ഈ ഒരു ഗാസക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങും പോകേണ്ടതില്ല. ജീവിച്ചിരിക്കുന്ന ബന്ദികളെ വിട്ട് കിട്ടുന്നത് വരെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുക. ഓൺലി ഡെഡ് ബോഡീസ് അവൈലബിൾ എന്ന് അവർ പറയും. ആ ഒരു ടൈം വരുന്നവരെ അവർക്ക് രക്ഷയാണ്. ഇത് കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് ഡിഫൻസ് ബഡ്ജറ്റ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ് ബഡ്ജറ്റിൽ ഇത്തവണ 6.81 ലക്ഷം കോടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിനേക്കാളും 9% കൂടുതലാണ്. ഇത് മെയിനായിട്ടും ഈ ബഡ്ജറ്റിൽ മേജർ പോർഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് പോയി ആയുധം മേടിക്കാനല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റ് മാൻ പവർ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ഈ ഒരു ഭടന്മാരുടെ സാലറി കുറച്ച് ഉയർത്താനും അവർക്ക് കൊടുക്കേണ്ട പെൻഷൻ തുകകളിൽ കുറച്ച് വകയിരുത്താനും അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഈ 9% ഇതിനകത്ത് കൂടുതൽ വകയിരുത്തിയത് ഈ ഒരു ബഡ്ജറ്റിൽ, ഈ വർഷത്തെ ബഡ്ജറ്റിൽ 9% കൂടുതൽ വകയിരുത്തിയതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എഡ്യൂക്കേഷണൽ റീസണിംഗ് ഉള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ വിഷയങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.